ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യണേ. അതായത് ഇവാൾക്ക് സ്കൂളുള്ള ദിവസത്തെ അങ്ങനത്തെ വീഡിയോസൊന്നും കുറേ ആയിട്ട് എടുക്കാറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ജോലി കിട്ടിയാൽ പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് രാവിലെ മോർണിംഗ് റുട്ടീൻ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇന്നിതാ ഞാൻ രാവിലെ എണീറ്റിട്ട് ഇവാൾക്കൊരു എഗ്ഗ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അവൾക്ക് ടിഫിൻ ബോക്സിൽ രാവിലെ എന്തെങ്കിലും ഫ്രൂട്ട്സ് തന്നെ ആട്ടോ അധികം കൊടുത്തു വിടാറുള്ളത്. പിന്നെ ഇതാ ഈ ഒരു കേക്കും കൂടെ വെക്കുന്നുണ്ട്. ഇത് ഇവൾ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വെക്കണം എന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു കേക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടിഫിനൊക്കെ സെറ്റ് ചെയ്ത് ബാഗിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവായെ വിളിക്കാറ്. ഇവായെ വിളിച്ച് റെഡിയാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവ ആണെങ്കിൽ ആകെ പിണങ്ങി ഇരിക്കുകയാണ്. കാരണം അവൾക്ക് ഇന്നലെ വാങ്ങിയിട്ടുള്ള ചോക്ലേറ്റ്സും ചിപ്സും എല്ലാം കൂടെ സ്കൂളിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചത് ആ സ്കൂളിൽ പോകാനായിട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ ഒരു 6 മണി കഴിയുമ്പോൾ തന്നെ സ്കൂൾ ബസ് വരും കേട്ടോ. ഒരു 6:05 ഒക്കെ ആകുമ്പോൾ ബസ് വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ തണുപ്പും കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാട്ടോ. രാവിലെ അത്രയും തണുപ്പുമായിരിക്കും, അതുപോലെ തന്നെ നല്ല ഇരുട്ടാട്ടോ. ശരിക്കും ബാങ്ക് വിളിക്കേണ്ട ഒരു നേരമാട്ടോ. ബാങ്കൊക്കെ വിളിച്ച് നിസ്കാരമൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു സമയത്ത് തന്നെയാണ് ഇവൾ സ്കൂളിൽ പോകുന്നത്. ഇവ ഇന്നും ഈ ഒരു ചെയർ കൊണ്ടുപോയിട്ട് റോട്ടിലിട്ടിട്ട് അവിടെ ഇരുന്നിട്ടാട്ടോ ഈ ഒരു എഗ്ഗോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഞാൻ പാലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൾ പാല് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിയാട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്കൂൾ ബസ് വരും കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് നിൽക്കണം എന്നുള്ളേ. അങ്ങനെ ബസ് വരാറാകുമ്പം തന്നെ ബസ് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ ഞങ്ങൾ ക്രോസ് ചെയ്ത് നിൽക്കാറുണ്ട്. ശരിക്കും ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ സങ്കടം തോന്നും കേട്ടോ. കാരണം ഉറക്കം തന്നെ മര്യാദയ്ക്ക് മാറിയിട്ടുണ്ടാവില്ല. ആകെ തൂങ്ങി പിടിച്ചാട്ടോ സ്കൂളിൽ പോകുന്നത്. പിന്നെ പോരാത്തതിന് ഇപ്പം നല്ല തണുപ്പും കൂടെ ആയതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണേ. എന്തായാലും ഈ ഒരു വർഷം കൂടെ ഉള്ളൂ കേട്ടോ, KG2 കൂടെ ഉള്ളൂ ഈ ഒരു വെളുപ്പിനെ പോകേണ്ടത്. അടുത്ത വർഷം തൊട്ട് കുറച്ചുകൂടി ലേറ്റായിട്ട് പോയാൽ മതി കേട്ടോ. അതുകൊണ്ട് ഒരു സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എനിക്കിനി പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ഇല്ല കേട്ടോ. കാരണം മുന്നേന്ന് വെച്ചാൽ ഇവ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ മൊത്തം ഒരു ഓട്ടമായിരുന്നു. ഇവയുടെ ടിഫിൻ ബോക്സ് റെഡിയാക്കണം, രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം, ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കണം, ഇതെല്ലാം കൂടെ ആകെ മൊത്തം ഓട്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ട് കേട്ടോ. എത്ര ദിവസത്തേക്കാണെന്നറിയില്ല, എന്നാലും കുറച്ചൊരു ആശ്വാസം ഉണ്ട് കേട്ടോ ഇപ്പോൾ. പിന്നെ ഇവിടെ വന്നപ്പോൾ തൊട്ട് എൻ്റെ ഒരു പുതിയൊരു ഹോബിയാട്ടോ ഈ ഒരു ചെടികൾ നോക്കി നിൽക്കുക എന്നുള്ളത്. അതായത് ഞാൻ വന്ന പാടെ എന്നും ഇങ്ങനെ തന്നെ ആട്ടോ ടോർച്ച് അടിച്ചിട്ട് ചെടികളൊക്കെ വളർന്നോ എന്ന് നോക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ തീരെ അങ്ങനെ ക്ഷമയില്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ ഒരു വേഗം തന്നെ അത് വളർന്ന് കായൊക്കെ ഉണ്ടാവുന്ന കാണണം. അല്ലാണ്ട് ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കാനുള്ള ക്ഷമയൊന്നുമില്ല. അപ്പോൾ കുറച്ച് തക്കാളി കുറച്ച് സംഭവങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് വളർന്നോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം ചെടിയൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഓർത്തത് അഫിയുടെ ഒരു പാൻറ് ഇന്നലെ അലക്കാനിട്ടിട്ട് അത് വിരിച്ചിട്ടിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതുകൊണ്ട് വിരിച്ചിടാണ്. ഇനിയിപ്പോൾ വേഗം പോയിട്ട് നിസ്കരിച്ചിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. കാരണം ഇനിയിപ്പോൾ അഫി പോകാൻ നേരമാകുമ്പം എണീറ്റാൽ മതി. 9. Very good. Diva, you are great. ഇത് ഇവ കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ് ആട്ടോ. ഇവൾക്ക് പൊതുവെ മാത്സിനോട് കുറച്ചൊരു മടിയൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ക്ലാസ് ഒക്കെ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാട്ടോ അറ്റൻഡ് ചെയ്യുന്നത്. ഇതുപോലെ മാത്സിനോട് മടിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ ആയ മിസ്റ്റർ നീലകണ്ഠ ഭാനു ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാൻസു എന്നാട്ടോ ഈ ഒരു കോഴ്സിൻ്റെ പേര്. അപ്പോൾ ഭാനു തന്നെ ക്രിയേറ്റ് ചെയ്ത് ടീച്ചേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൻ്റെ കരിക്കുലം ആണെങ്കിലും വേ ഓഫ് ടീച്ചിങ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആട്ടോ. കുട്ടികൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാട്ടോ ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഈ ഒരു ക്ലാസ്സിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 100 പേർക്ക് ഒരു ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടുമേ. സോ ഈ ഒരു അവസരം മിസ്സാക്കണ്ട. കാരണം ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ത് പെട്ടെന്നാണ് നിങ്ങളുടെ കുട്ടികൾ മാത്സ് ഒക്കെ ക്യാച്ച് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ അത് അഫി ഓഫീസിൽ പോകാനായിട്ടുണ്ട് കേട്ടോ. അഫിക്കാണെങ്കിൽ ഇപ്പം ഒരുപാട് നേരത്തെ ഒന്നും പോകണ്ട, ഒരു 8:30 8:45 ആകുമ്പോൾ പോയാൽ മതി കേട്ടോ. ഞാനും കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു 7:30 ഒക്കെ ആകുമ്പം അഫിക്ക് ഇറങ്ങണമായിരുന്നു. അങ്ങനെ അഫി പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓടിപ്പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. എനിക്കാണെങ്കിൽ ഉറങ്ങാൻ കിട്ടുന്ന സമയമൊന്നും ഇപ്പോൾ വെറുതെ കളയാനായിട്ട് തീരെ ഇഷ്ടമല്ല. ഞാൻ കിട്ടുന്ന സമയം മാക്സിമം ഉറങ്ങി തീർക്കുകയാണ്. അങ്ങനെ ഇവ വരുന്നതിന് കുറച്ച് മുന്നേ ആട്ടോ ഞാൻ എണീറ്റിട്ടുള്ളത്. ഒരു 10 മണി 10:30 ഒക്കെ ആവാറായിട്ടുണ്ട്. അങ്ങനെ എണീറ്റ പാടെ ബെഡൊക്കെ വിരിച്ചൊന്ന് സെറ്റാക്കി ഇടുന്നുണ്ട്. എങ്ങനെയൊക്കെ വിരിച്ചിട്ടാലും ഇതിപ്പോൾ ഫിറ്റഡ് ഷീറ്റാട്ടോ, എന്നിട്ടും കാര്യമൊന്നുമില്ല. രാവിലെ ആകുമ്പം ബെഡ്ഷീറ്റൊക്കെ ഒരു വഴിക്കായിട്ടുണ്ടാവേ.
ഇന്നലെ സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂം മൊത്തത്തിൽ അലമ്പായിട്ടുണ്ടാവും. കാരണം എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ വലിച്ചെറിഞ്ഞിടും കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് പോവുക, തിരിച്ച് വരിക, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും റെഡിയാക്കി വെക്കാനുള്ള നേരം കിട്ടാറില്ല. പിന്നെ എനിക്ക് പൊതുവേ സൺഡേയിൽ കുറച്ചധികം മടി കൂടുതലാട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി ഇട്ടിട്ട് ഞാൻ ഇവായെ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണേ. ഒരു 10:50 ആകുമ്പോൾ തന്നെ ബസ് വരും കേട്ടോ. നമ്മൾ മുന്നത്തെ വില്ലയിലായിരുന്നപ്പോൾ 11:15, 11:20 ആവുന്ന ആ ഒരു നേരമൊക്കെ ആവുമായിരുന്നു കേട്ടോ വരാൻ. പക്ഷേ ഇവിടെ വന്നേ പിന്നെ കുറച്ച് നേരത്തെ ആട്ടോ, രാവിലെയും നേരത്തെയാണ്, ഇപ്പോഴും കുറച്ച് നേരത്തെ ആട്ടോ വരുന്നത്. ഇപ്പോൾ പിന്നെ ഈ ഒരു ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് കേട്ടോ. ചെറിയൊരു കാറ്റും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനായിട്ടൊന്നും ബുദ്ധിമുട്ട് തോന്നില്ല. ഞാൻ കുടിച്ച് വെള്ളം കളയാൻ പോയില്ല, അല്ല ഉണ്ടാകാൻ നോക്കിയത്. വന്നു കഴിഞ്ഞാൽ പിന്നെ 100 വിശേഷം കേട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ തുടങ്ങും കഥ പറയാനായിട്ട്. സ്കൂളിലെ വിശേഷവും ബസ്സിലെ വിശേഷവും വഴിയിലെ വിശേഷവും അങ്ങനെ എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു നേരത്താണ് ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത്. കുറച്ചുകൂടി നേരം ഉണ്ടെങ്കിൽ, അതായത് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഇവ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു വയ്ക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇവാട് ശല്യം ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വെള്ളം ഒഴിക്കണ കാണുമ്പം അവളും വെള്ളം ഒഴിക്കാൻ വരലും അങ്ങനെ അവളുടേതായിട്ടുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും. ഇവിടെ ശരിക്കും നല്ല രീതിയിൽ ചെടികളൊക്കെ വളരുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണ എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും കിളിക്കാറില്ല. ഞാൻ മുന്നത്തെ വില്ലയിലും ഒരുപാട് ചെടികളൊക്കെ നടാൻ നോക്കിയിട്ടും അങ്ങനെ ഒന്നും വലിയ കാര്യം ഉണ്ടാവാറുണ്ടായില്ല. പക്ഷേ ഇവിടെ വന്നപ്പം ഞാൻ എന്ത് മണ്ണിലിട്ട് കൊടുത്താലും അത് കിളിക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഞാനിങ്ങനെ എല്ലാം കൊണ്ട് നടലാട്ടോ. പാഷൻ ഫ്രൂട്ട്, മാതളം, മല്ലിയില, തക്കാളി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും ഇങ്ങനെ കയ്യിൽ കിട്ടുന്ന വിത്തുകൾ എല്ലാം കൊണ്ട് വാരി വിതറി എറിയാറുണ്ട് കേട്ടോ. ഇവിടെ ഇവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പൂച്ചയുടെ കൂടെ കളിയാട്ടോ. ഇവിടെ 2-3 പൂച്ചകളുണ്ട്. ഇവളുടെ മെയിൻ ഹോബി എന്ന് വെച്ചാൽ അതിന് ഫുഡ് കൊടുക്കുക, അതിന് വെള്ളം കൊടുക്കുക, ഇതൊക്കെ തന്നെ കേട്ടോ. ഇവ ഇന്ന് കൊണ്ടുപോയ ആപ്പിളൊക്കെ പകുതിയോളം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്ന പാടാൻ അവളുടെ ടിഫിൻ ബോക്സ് ആട്ടോ ആദ്യം തുറന്നു നോക്കുന്നത്. അത് കഴിഞ്ഞതാ ഇവാക്കുള്ള ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടും പഴമാണേ. പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവാൾക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. കറിയൊക്കെ ആണെങ്കിൽ അവൾ തീരെ കഴിക്കൂല. പക്ഷേ പഴമുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് പുട്ട് കഴിച്ചോളൂ. അപ്പം ഞാനും ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. സാധാരണ ഞാൻ കുറച്ച് മുന്നേ എണീക്കുകയാണെങ്കിൽ കഴിച്ചിട്ട് നിൽക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഇവാളുടെ കൂടെ തന്നെ ആട്ടോ ഞാനും കഴിക്കുന്നത്. ഇപ്പം തണുപ്പ് തുടങ്ങിയോടുകൂടി ഇവ പുറത്തൊന്നും കയറാറില്ല കേട്ടോ. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലും കുറേ നേരം ഇങ്ങനെ പുറത്ത് തന്നെ ഉണ്ടാവും സൈക്കിളൊക്കെ ചവിട്ടിയിട്ട്. അപ്പോൾ ഞാൻ അധികം ഫുഡൊക്കെ പുറത്തുനിന്ന് തന്നെ കൊടുക്കും കേട്ടോ. കാരണം ആ പണി അങ്ങോട്ട് വേഗം കഴിഞ്ഞു കിട്ടുമല്ലോ. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മടിയാണ്. പിന്നെ ഫോണൊക്കെ എടുക്കും. ഇങ്ങനെ ആകുമ്പം ഈ കളിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ആ വഴിക്ക് അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് ഇവ ഫോണൊക്കെ കുത്തി കിടക്കുകയാണ്. ഇനിയിപ്പോൾ അവളെ കിടത്തി ഉറക്കണം കേട്ടോ. കാരണം ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ലേറ്റായിട്ട് ഉറങ്ങിയിട്ട് രാത്രി എണീറ്റ് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അവളെ ഉറക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഇവ ഉറങ്ങിയ പാടെ ഞാൻ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മെഷീനിൽ ഇടാണ്. കുറച്ച് ദിവസമായിട്ട് പൊടിക്കാറ്റൊക്കെ വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണി മര്യാദയ്ക്ക് കഴുകിയിട്ടുണ്ടായില്ല. ഒരു 2-3 ദിവസത്തെ തുണികൾ പെൻഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം തുണികളൊക്കെ അലക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നലെ കഴുകിയിട്ടുള്ള തുണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ മടക്കിയിട്ടുണ്ടായില്ല. ഇന്നലെ പുറത്ത് പോകാനുള്ള തിരക്കിൽ എല്ലാം കൂടെ അവിടെ ഇട്ടിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരു വാർഡ്രോബും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തുണികളൊക്കെ മടക്കി വെക്കാനായിട്ടൊക്കെ കുറച്ച് സൗകര്യം ഉണ്ട് കേട്ടോ. മറ്റേന്ന് വെച്ചാൽ എൻ്റെയും ഇവാടെയും അഫിയുടെയും എല്ലാം കൂടെ ഒരെണ്ണത്തിലായിരുന്നു കുത്തി നിറച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പുതിയതായിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദ പോഡ്കാസ്റ്റ് റേഡിയോ എന്ന് പറഞ്ഞ് ഒരു പോഡ്കാസ്റ്റ് ചാനലാണ്. അതിൽ മെയിൻലി നമ്മൾ ഇങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ. അപ്പോൾ അതെടുത്തിട്ട് ഡിബേറ്റ് കൈൻഡ് ഓഫ് വീഡിയോസ് ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോസിൽ കമൻറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് നമ്മുടെ വക ക്യാഷ് പ്രൈസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോസിലും നമ്മൾ അതൊക്കെ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിലെ ലിങ്കും വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കുറേ നേരം ഇരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 സോസേജ് എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ മന്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കുറച്ച് റൈസ് ബാക്കി ഉണ്ടായിരുന്നേ. അപ്പോൾ അതും ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പൊതുവെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഫുഡ് ചൂടാക്കി കഴിക്കാനായിട്ട് ഭയങ്കര മടിയാട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ മന്തി, ബിരിയാണി അങ്ങനത്തെ സാധനങ്ങൾ
സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മടിയില്ലായേ. അങ്ങനെ ഞാനെന്താ പുറത്തിറങ്ങിയിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ടിരുന്നിട്ടാട്ടോ ഫുഡ് കഴിക്കണത്. ഈ ഒരു നേരത്ത് ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കാനായിട്ട് നല്ല രസമാട്ടോ. അത് കഴിഞ്ഞാൽ കഴുകിയിട്ട തുണികളൊക്കെ ഒന്ന് വിരിച്ചിടണം. ഞാൻ ചിലപ്പോൾ രാവിലെ തന്നെ കഴുകിയിടാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് വൈകുന്നേരം ആയിപ്പോയി. വൈകുന്നേരം കഴുകിയിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി ആകുമ്പോൾ തന്നെ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും. കുറച്ച് ദിവസമായിട്ട് തുണി അലക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇനി ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴുകി കഴിഞ്ഞാലേ ഉള്ള തുണികളൊക്കെ തീരുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവാക്കാണെങ്കിൽ എല്ലാ ദിവസവും എണീക്കുന്ന പാടെ പഴംപൊഴി എന്ന് പറഞ്ഞാട്ടോ എണീറ്റ് വരാറ്. അപ്പോൾ പഴം ഉള്ളപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഒരു പഴം കട്ട് ചെയ്തിട്ട് അവൾക്ക് പഴംപൊരി ആക്കി കൊടുത്തേക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം എന്താ ഇവായി പഠിപ്പിക്കായിരുന്നു കേട്ടോ. ശരിക്കും ജോലിക്ക് പോകുന്ന സമയത്ത് ഇവളുടെ പഠിത്തമൊന്നും വലിയ കാര്യമായിട്ട് നോക്കാൻ പറ്റാറുണ്ടായില്ല. എല്ലാ ദിവസവും ശ്രദ്ധിക്കാറുണ്ട്, എന്നാലും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് പഠിപ്പിക്കാൻ പറ്റാറുണ്ടായില്ല കേട്ടോ. പക്ഷെ ഇപ്പം എന്തായാലും നല്ലോണം ശ്രദ്ധിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം വായിക്കാനൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് റീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാണ്ട് വായിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആള്. ഇനിയിപ്പോൾ 2 മാസം കൂടെ കഴിയുമ്പം ഗ്രേഡ് 1 കയറും കേട്ടോ ഇവ. അപ്പോൾ ശരിക്കും ഒരുപാട് പഠിക്കാനുണ്ടാവും കേട്ടോ പറയണേ. ഒരുപാട് സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവും എന്നാണ് കേട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഇവ ഞാൻ പിടിച്ചിരുത്തിയിട്ട് തല ചെയ്യി കൊടുക്കുക കേട്ടോ. അവളുടെ തലയിൽ എല്ലാ ദിവസവും ചെയ്യി കഴിഞ്ഞാലും നല്ലോണം പെയിനും ഈരും ഒക്കെ കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ കുറച്ച് നേരം മിക്ക ദിവസവും ഞാനിങ്ങനെ പിടിച്ചിരുത്തിയിട്ട് തല ചീവി കൊടുക്കാറുണ്ട്. ഇനി ഇതാ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഓൾറെഡി പാക്കറ്റ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഞാൻ സമയമാകുമ്പോഴേ ചൂടുള്ളേ. ഞാനാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടൊന്നും അല്ല കുക്ക് ചെയ്യാൻ കയറിയിട്ടുള്ളത്. സബോള കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ അടുത്ത സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്യുന്ന ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ ഒരു കറി ഇപ്പം ഉണ്ടാക്കിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ. കാരണം ഇവാക്ക് എന്തായാലും ഞാൻ വേറെ എന്തെങ്കിലും ആക്കണം. അവൾ ഈ പറഞ്ഞ പോലെ ഗ്രീൻ പീസ് ആണെങ്കിലും അങ്ങനെ കറികളൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാട്ടോ. ഇപ്പോഴും എരിവ് കൂട്ടാനായിട്ട് അവൾക്ക് നല്ല ബുദ്ധിമുട്ടാട്ടോ. അതിനിപ്പോൾ എത്രയൊക്കെ പറഞ്ഞിട്ടും നല്ല അടി കൊടുത്താലും ഒന്നും കാര്യമില്ല കേട്ടോ. അവൾ ആകെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് വെള്ളം കുടിച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ വെള്ളം കുടിച്ച് തന്നെ വയറ് നിറയും. അതുകൊണ്ട് തന്നെ ഞാൻ ചില സമയത്ത് എനിക്ക് തോന്നും കേട്ടോ, ഇന്ന് തീറ്റിച്ചട്ടേ ബാക്കി കാര്യമുള്ളതെന്ന് തോന്നുന്ന ദിവസം ഞാൻ ഇരിക്കാറുണ്ട്. അല്ലാത്ത ദിവസം ഞാൻ പിന്നെ അധികം അങ്ങോട്ട് മൈൻഡ് ചെയ്യാറില്ല. കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് ഇവിടെ മിണ്ടാണ്ടിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ റൂമൊക്കെ അതാ തൂത്ത് വൃത്തിയാക്കിയിടാണേ. അപ്പോൾ ഞാൻ ഡെയിലി തുടയ്ക്കാറൊന്നുമില്ല കേട്ടോ. മുന്നേയൊക്കെ ഞാൻ ഡെയിലി തുടയ്ക്കായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഒന്നിടവിട്ട് അങ്ങനെയൊക്കെ തുടയ്ക്കുള്ളൂ കേട്ടോ. കാരണം ഇവ ആണെങ്കിലും അധികം നേരം പുറത്താണ് കളിക്കുന്നത്. മുന്നത്തെ വീട്ടിലെന്ന് വെച്ചാൽ അവൾ ഫുൾ ടൈം റൂമിലായിരുന്നു. അവളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും റൂമിനുള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ കളി. പക്ഷേ ഇവിടെ നമ്മുടെ വീടിൻ്റെ അകത്ത് ആരും കളിക്കാറില്ല. ഫുൾ അവർ പുറത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഇവ ഒരുപാട് അങ്ങനെ റൂമിപ്പോൾ അലങ്കോലാക്കാറില്ല. അങ്ങനെ ഇതപ്പോൾ ദാഫി വരുന്നുണ്ട് കേട്ടോ. കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ക്ഷീണിച്ച് വരുന്ന കോലാണ്. രാവിലെ പോണ പോലെ അല്ല കേട്ടോ വരുന്നത്. ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സൊക്കെ ഇട്ടാട്ടോ കളിക്കണത്. അഫി ഇന്ന് വന്നപ്പോൾ അതാ എനിക്ക് കുറച്ച് ചെടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് പെറ്റൂണിയ വേണം എന്നും പറഞ്ഞ് കുറേ ആയിട്ട് പറയുന്നത് എന്നെ മറ്റേ ദുബായ് മുനിസിപ്പാലിറ്റി നഴ്സറിയിൽ കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ അവിടെ പോകാനായിട്ട് നേരെ ഇല്ലാത്തതുകൊണ്ട് എവിടെ നിന്നോ കുറച്ച് പെറ്റൂണിയൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇവാക്ക് ദോശയാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ദോശയുടെ മേലെ ജസ്റ്റ് ഒരു എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് അങ്ങനെ ആട്ടോ കൊടുക്കണേ. അതാകുമ്പോൾ ആ പണി ഇങ്ങോട്ട് കഴിയുമല്ലോ. അല്ലെ പിന്നെ ഇനി അതിന് ചട്നി ആക്കാനും ഒക്കെ നിൽക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് കഴിച്ചോളൂ കേട്ടോ. അത് ഞാൻ അങ്ങനെ തിരിഞ്ഞ നേരത്തെ ഇവ വന്നിട്ട് സ്വന്തമായിട്ട് ദോശയൊക്കെ ഉണ്ടാക്കണതാട്ടെ കാണുന്നത്. അവൾക്ക് ഇങ്ങനെ ചെറിയ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല, എനിക്ക് ഭയങ്കര മടിയാട്ടോ. വേഗം 2 ദോശ ഉണ്ടാക്കി പോകാനുള്ളതിന് ഈ ചെറിയ ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കാറില്ല. അങ്ങനെ ഇവ തന്നെ അതാ സ്വന്തമായിട്ട് ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അഫിനെ കുളിക്കാനൊക്കെ ആയിട്ട് വാഷ്റൂമിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വായും കൂടെ വേസ്റ്റ് കളയാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. അപ്പോൾ ഈ നേരത്ത് ഞങ്ങൾ കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ നടക്കും കേട്ടോ, ഒരു 5-10 മിനിറ്റ് കേട്ടോ. അങ്ങനെ ഈ ഒരു വഴിയിൽ നമുക്ക് ഭയങ്കര ഒരു പീസായിട്ടുള്ള ഭയങ്കര കാമായിട്ടുള്ള ഒരു ഏരിയ ആട്ടോ ഇത്. നമ്മൾ മുന്നേ താമസിക്കുന്ന ഏരിയയും അങ്ങനെയൊക്കെ തന്നെ ആട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര അങ്ങനെ ബഹളങ്ങളോ വണ്ടികളോ തിരക്കുകളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് നടക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്ഥലങ്ങളാട്ടോ ഇത്. അപ്പോൾ ഇനിയിപ്പോൾ തണുപ്പും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഇനിയിപ്പോൾ പോയിട്ട് ഈ വായ കിടത്തി ഉറക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കാം കേട്ടോ. നമുക്കിനി എന്തായാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ ഇടയ്ക്കൊക്കെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാവേ. പിന്നെ ബൻസൂൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് ഫ്രീ ആയിട്ട് ഒരു ഡെമോ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാവേ.